ഞാൻ ഇന്തോനേഷ്യൻ കിഡിന്റെ വീഡിയോസ് കണ്ടിനാ വൈറലായ. പിന്നെ അതെന്താന്ന് വെച്ചാല് നമ്മളെ നാട്ടില് വള്ളംകളിയില്ലേ, അതുപോലെ ഇന്തോനേഷ്യയില് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബോട്ട് റേസ് ഉണ്ട്. അപ്പോ ഈ ഓരോ ബോട്ടിന്റെയും ഫ്രണ്ടില് ഒരു കുട്ടി ഉണ്ടാവും. കുട്ടികളാണ് അത് ചെയ്യാൻ. കുട്ടി ഉണ്ടാവും. എന്താ അവരെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിൽ നിന്നിട്ട് ഡാൻസും ഇതൊക്കെ കളിച്ചിട്ട് പിന്നെ ഈ തുഴയുന്ന ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ചിയറപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് കുട്ടികൾ ചെയ്യുന്നതാണ് സാധാരണ. അപ്പോ ഈ അടുത്ത് എനിക്കൊന്ന് ജൂൺ 25 മറ്റോ നടന്ന ഒരു ബോട്ട് റേസിൽ ഉണ്ടായ ഒരു വീഡിയോ ഓൺലൈനിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വൈറലായി. ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നത്. ആ കുട്ടിക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏകദേശം 500,000, അതായത് 5 ലക്ഷത്തോളം ഫോളോവേഴ്സായി ഒരു മാസം കൊണ്ട്. കഴിഞ്ഞ 26-ാം തീയതിയോ 25-ാം തീയതിയോ ആ കുട്ടി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി. ഇന്നേക്കത് 5 ലക്ഷത്തോളം ഫോളോവേഴ്സായി. ഓരോ വീഡിയോസും മറ്റേ 18ഉം 20ഉം 30ഉം മില്യൺ വ്യൂസ് ആണ് വരുന്നത്. അത് ആ കുഞ്ഞിന്റെ മറ്റേ ഡാൻസ് മൂവ്സ് എല്ലാം അനുകരിച്ചിട്ട് ഇൻഫ്ലുവൻസേഴ്സും പിന്നെ സെലിബ്രിറ്റീസ് എല്ലാം ഡാൻസ് കളിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മറ്റേ Formula 1 ഡ്രൈവർ വരെ അനുകരിച്ചിട്ടുള്ള ആ വീഡിയോ, മീൻസ് ആ സ്റ്റെപ്പ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുഞ്ഞി ഗവൺമെന്റ് പരിപാടിക്കൊക്കെ അതിഥിയായിട്ട് വരുന്ന, അതുപോലെ വിദേശത്തേക്ക് ട്രിപ്പുകൾ പോകാൻ തുടങ്ങുന്ന, ഒരൊറ്റ ഡാൻസ് മൂവ് കൊണ്ട് ഒരു മാസം കൊണ്ട് ഒരാളുടെ ലൈഫ് മാറിയത് കണ്ട.